തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയന് ബൈ ബൈ പറഞ്ഞ സെക്രട്ടേറിയറ്റിലെ കോൺഗ്രസ് അനുകൂല ജീവനക്കാർ. കാന്റോൺമെന്റ് ഗേറ്റിന് സമീപത്താണ് ബൈ ബൈ പിണറായി എന്നെഴുതിയ ഫ്ലെക്സ് ബോർഡ് ഉയർന്നത്. സെക്രട്ടേറിയറ്റിലെ കോൺഗ്രസ് അനുകൂല സംഘടനകളാണ് ഫ്ലെക്സ് ബോർഡുകൾക്ക് പിന്നിൽ. തിരുവനന്തപുരത്ത് നിന്ന് ദേവൻ MP തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കേരളത്തിൽ രാഷ്ട്രീയ സംഭവവികാസങ്ങൾ ഉണ്ടാകുമ്പോൾ തൊട്ടു പിന്നാലെ ഉയർന്നു വരുന്നതാണ് ഫ്ലെക്സ് ബോർഡുകളും. സമാനമായ രീതിയിൽ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ഇത്തരത്തിൽ ഫ്ലെക്സ് ബോർഡുകൾ ഉയർന്നു വരാറുണ്ട്. പ്രത്യേകിച്ചും തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് മുന്നിലും പതിവായി നമ്മൾ കാണുന്ന ഒരു കാഴ്ച തന്നെയാണ് അതെന്ന് പറയുന്നത്. ഇപ്പോൾ കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പൂർത്തിയായിരിക്കുന്നു. 10 വർഷത്തെ ഇടത് തുടർഭരണം അവസാനിപ്പിച്ചുകൊണ്ട് UDF അധികാരത്തിലെത്തിയിരിക്കുന്നു. തൊട്ടു പിന്നാലെ സെക്രട്ടേറിയറ്റ് പരിസരത്ത് പുതിയ ഫ്ലെക്സ് ബോർഡുകൾ ഉയർന്നു വന്നിരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എനിക്ക് പിന്നിൽ ഈ കാണുന്ന ഫ്ലെക്സ് ബോർഡുകളിൽ ഒന്നാണ്. കേരള സെക്രട്ടേറിയറ്റ് അസോസിയേഷൻ സ്ഥാപിച്ചിരിക്കുന്ന ഫ്ലെക്സ് ബോർഡാണ്. അതിൽ ബൈ ബൈ പിണറായി എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഒരു ഫ്ലെക്സ് ബോർഡ് ഒരുക്കിയിരിക്കുന്നത്. സമാനമായ രീതിയിൽ കേരളം പറഞ്ഞു കടക്കുപുറത്ത് എന്ന് പറഞ്ഞുകൊണ്ട് സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിലും ഇത്തരത്തിൽ സെക്രട്ടേറിയറ്റിന്റെ മതിലിൽ ഒരു ഫ്ലെക്സ് ബോർഡ് കിട്ടിയിട്ടുണ്ട്. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു കൊടുക്കൽ വാങ്ങലിൽ എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ ഈ ഫ്ലെക്സ് ബോർഡുകൾ തമ്മിലുള്ള ഒരു യുദ്ധം പതിവായി സെക്രട്ടേറിയറ്റിന്റെ പരിസരത്തും തിരുവനന്തപുരത്ത് ഇതൊക്കെ ഒരു പണന്ന കാഴ്ച തന്നെയാണ്. ഏതായാലും ഈ ഫ്ലെക്സ് ബോർഡ് ഇപ്പോൾ ഇതുവരെ ഇവിടുന്ന് നീക്കം ചെയ്തിട്ടില്ല. ഏതായാലും ഇനി വരും ദിവസങ്ങളിലും ഇത്തരത്തിൽ സമാനമായ രീതിയിൽ സെക്രട്ടേറിയറ്റ് മുന്നിൽ വലിയ ഫ്ലെക്സ് ബോർഡുകൾ ഇനിയും ഉയരും. പുതിയ സർക്കാർ അധികാരത്തിലേക്ക് എത്തുകയാണ്. പ്രതിപക്ഷത്ത് ഇടതുപക്ഷം എത്തുന്നു. അപ്പോൾ സമാനമായ രീതിയിൽ അല്ലെങ്കിൽ ഇതിലും കടുത്ത രീതിയിലൊക്കെ തന്നെയായിരിക്കും ഇനിയിപ്പോൾ പ്രതികരണങ്ങൾ ഉണ്ടാകുക എന്ന് തന്നെയാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. തീർച്ചയായും കഴിഞ്ഞ 10 വർഷമായി സെക്രട്ടേറിയറ്റിലെ ജീവനക്കാരടക്കം സംസ്ഥാന സർക്കാർ ജീവനക്കാർ അനുഭവിക്കുന്ന ദുഃഖങ്ങളും ദുരിതങ്ങളും അതിനൊരു അറുതി വരിക എന്നുള്ളത് ഞങ്ങളുടെയൊക്കെ ഒരു ഭയങ്കരമായിട്ടൊരു ലക്ഷ്യമായിരുന്നു. തീർച്ചയായും കേരളം ഇന്ന് കടക്കുപുറത്ത് എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ ഒരു പുതിയ ഗവൺമെൻറ് വരികയാണെങ്കിൽ കയറി വാട മക്കളെ എന്ന് പറയത്തക്ക ഫ്ലെക്സും കൂടെ വയ്ക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ താല്പര്യം. ആ തരത്തിലേക്ക് ഈ ഗവൺമെൻറ്റിനെ കൊണ്ടുവരണം എന്നുള്ളതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഒരാൾക്കും ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കടന്നു പോകാനോ ഒരു കാര്യങ്ങൾ ചെയ്യുവാനോ സാധിക്കാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതൊന്നുമല്ല, ഉമ്മൻചാണ്ടി എന്നൊരു മനുഷ്യസ്നേഹിയായിട്ടുള്ള ഒരു മുഖ്യമന്ത്രി ഭരിച്ചിരുന്ന കാലഘട്ടമാണ് നമ്മുടെയൊക്കെ മനസ്സിനകത്തുള്ളത്. ആ കാലഘട്ടം തുടർന്നും വരും. അതിലേക്ക് വേണ്ടി ജീവനക്കാർ ഒന്നാകെ ആഗ്രഹിക്കുന്നു. അതിൻ്റെ ലക്ഷണങ്ങളും അതിൻ്റെ നേർക്കാഴ്ചകളുമാണ് ഈ ഫ്ലെക്സിലൂടെ ഞങ്ങൾ വരച്ചു കാട്ടുന്നത്. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് മുന്നിൽ നിന്നും വിനീഷ് നേതാജിക്കൊപ്പം ദേവൻ MP, ന്യൂസ് മലയാളം.